ഒന്നാമത്തെ ചോദ്യം, ഫോർ മാർക്കിംഗ് സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ടൂൾ ഈസ് യൂസ്ഡ്? അതായത് ഷീറ്റ് മെറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷീറ്റിന് പുറത്ത് സ്ട്രെയിറ്റ് ലൈൻസ് മാർക്ക് ചെയ്യാൻ നമ്മൾ സ്ക്രൈബർ ഉപയോഗിക്കും. ആ സ്ക്രൈബർ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് എഡ്ജിൻ്റെ വക്കിലൂടെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഉത്തരം സ്ട്രെയിറ്റ് എഡ്ജാണ്. ഉത്തരം സ്ട്രെയിറ്റ് എഡ്ജ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് സ്ട്രെയിറ്റ് എഡ്ജ്? രണ്ട് തരത്തിലുള്ള സ്ട്രെയിറ്റ് എഡ്ജ് ഏതൊക്കെയാണ്? ഒന്ന് സ്ക്വയർ എഡ്ജ് ടൈപ്പും രണ്ടാമത്തത് ബിവൽ എഡ്ജ് ടൈപ്പും. സ്ക്വയർ എഡ്ജ് ടൈപ്പും രണ്ടാമത്തത് ബിവൽ എഡ്ജ് ടൈപ്പും. മൂന്നാമത്തെ ചോദ്യം, സ്ട്രെയിറ്റ് എഡ്ജസ് ആർ അവൈലബിൾ ഇൻ ഡാഷ് ലെങ്ത്. സ്ട്രെയിറ്റ് എഡ്ജുകൾ ഏതൊക്കെ ലെങ്ത്തുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ്. ഏതൊക്കെയുണ്ട്? 600 mm അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ 1 മുതൽ 3 മീറ്റർ വരെ ലെങ്ത്തിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ കാണുന്നതാണ് സ്ട്രെയിറ്റ് എഡ്ജസ്. രണ്ട് തരത്തിലുള്ള സ്ട്രെയിറ്റ് എഡ്ജസും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബിവൽ സ്ട്രെയിറ്റ് എഡ്ജും രണ്ടാമത്തത് സ്ക്വയർ സ്ട്രെയിറ്റ് എഡ്ജും. രണ്ടിനെയും വ്യത്യാസം മനസ്സിലായല്ലോ. ബിവലിൽ അതിൻ്റെ ഒരു വക്ക് വന്നിട്ട് ടാപ്പറാണ്, കണ്ടോ, ചരിവുണ്ട്. ആ ചരിവുള്ളത് കൊണ്ടാണ് അതിന് ബിവൽ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത്. രണ്ടാമത്തതിൽ സ്ക്വയർ എന്ന് പറയാൻ എന്താ കാര്യം? എല്ലാ സൈഡും സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്, അവിടെ ചരിവൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ചോദ്യം, കാലിപ്പേഴ്സ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്. വാട്ട് ആർ ദ ജോയിൻറ്റ്സ്? അതായത് ജോയിൻറ്റ്സ് മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാലിപ്പറുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ എന്നാണ്. ഏതൊക്കെയാണ്? ഫേം ജോയിൻറ്റ് ടൈപ്പും സ്പ്രിംഗ് ജോയിൻറ്റ് ടൈപ്പും. ഉത്തരം ഫേം ജോയിൻറ്റ് ടൈപ്പ് ആൻഡ് സ്പ്രിംഗ് ജോയിൻറ്റ് ടൈപ്പ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്പ്രിംഗ് ടൈപ്പ് ജോയിൻറ്റ് കാലിപ്പർ? അതായത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ജോയിൻറ്റ്സ്, അതിൽ സ്പ്രിംഗ് ടൈപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കാലിപ്പേഴ്സിൽ സ്പ്രിംഗ് ജോയിൻറ്റ് ടൈപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ക്വിക്ക് സെറ്റിംഗ്, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് സെറ്റിംഗ്. അടുത്ത ചോദ്യം, ഹൗ ദ ലെങ്ത് ഓഫ് കാലിപ്പർ ഈസ് സ്പെസിഫൈഡ്? ഒരു കാലിപ്പറിൻ്റെ ലെങ്ത് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ്. എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിവറ്റ് സെൻറ്റർ ആൻഡ് ദ ടിപ്പ് ഓഫ് ദ ലെങ്ത്. അതായത് പിവറ്റ് സെൻറ്റർ മുതൽ ലെഗിൻ്റെ ടിപ്പ് വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെങ്ത് ഓഫ് ദി കാലിപ്പർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിന് ശേഷം പഠിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുക. നാലാമത്തെ ചോദ്യം, ഡാഷ് കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഔട്ട്സൈഡ് ഓഫ് എൻ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിൻ്റെ ഔട്ട്സൈഡ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കാലിപ്പർ ഉപയോഗിക്കുന്നു ചോദിച്ചാൽ ഔട്ട്സൈഡ് കാലിപ്പർ. ഓക്കെ ആണല്ലോ? അഞ്ചാമത്തെ ചോദ്യം, ദ കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ ഇന്റേണൽ മെഷർമെന്റ് ആർ നോൺ എസ് ഡാഷ് കാലിപ്പേഴ്സ്. ഇന്റേണൽ മെഷർമെന്റിന് ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇൻസൈഡ് കാലിപ്പർ. ഉത്തരം ഇൻസൈഡ് കാലിപ്പർ. ആറാമത്തെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ദ കാലിപ്പേഴ്സ് ഈസ് നോൺ എസ് ഓഡ് ലെഗ് കാലിപ്പർ, ലെഗ് ആൻഡ് പിവറ്റ് കാലിപ്പർ, ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ. വാട്ട് ആർ ദ അതർ നെയിം? അതായത് ഈ പറയുന്ന പേരുകളിലെല്ലാം അറിയപ്പെടുന്ന കാലിപ്പർ ഏതാണ് ഉത്തരം? ജെനി കാലിപ്പറാണ്. ജെനി കാലിപ്പറിൻ്റെ മറ്റ് പേരുകളാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഉത്തരം ജെനി കാലിപ്പർ. ഏഴാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അവൈലബിൾ സൈസ് ഓഫ് ജെനി കാലിപ്പർ? ജെനി കാലിപ്പർ ഏതൊക്കെ സൈസുകളിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ്. അതായത് അതിൻ്റെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? 150 mm, 200 mm, 300 mm. അതിൻ്റെ ലെങ്ത്തുകൾ അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ? അവസാനത്തെ ചോദ്യം, ഇതിൽ പറയുന്നത് ജെനി കാലിപ്പറിൻ്റെ ഉപയോഗങ്ങളാണ് ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ജെനി കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാരലൽ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ് ആൻഡ് ടു സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു ദ കർവ്ഡ് എഡ്ജസ്. വാട്ട് ആർ ദ തേർഡ് യൂസ്? അതായത് രണ്ട് ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ജെനി കാലിപ്പർ കൊണ്ട് പാരലൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? ഇൻസൈഡായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഉപയോഗം എന്താണ് ഉപയോഗം? ലൊക്കേറ്റിംഗ് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർസ്. ലൊക്കേറ്റിംഗ് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർസ്. ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് കാലിപ്പർ എന്നും എന്താണ് അതിൻ്റെ ലെങ്ത് എന്നും എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നും പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ഈ കാണുന്ന പോയിന്റാണ് ഒരു കാലിപ്പറിൻ്റെ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കാലിപ്പർ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അക്കോർഡിംഗ് ടു ദ ജോയിൻറ്റ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫേം ജോയിൻറ്റ് കാലിപ്പർ, ഈ കാണുന്നതാണ് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ. എന്തുകൊണ്ടാണ് ആ പേര് വന്നത് മനസ്സിലായല്ലോ? ജോയിൻറ്റ് സ്പ്രിംഗ് ആണെങ്കിൽ സ്പ്രിംഗ് ജോയിൻറ്റ്, ഫേം ആണെങ്കിൽ ഫേം ജോയിൻറ്റ്. ഫേം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആ കാലിപ്പേഴ്സിൻ്റെ ലെഗുകളെ അല്ലെങ്കിൽ കാലുകളെ ഒരു ആണി പോലുള്ള ഒറ്റ ഷാഫ്റ്റ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കും വെറുതെ. അതിനെയാണ് ഫേം ജോയിൻറ്റ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ജോയിൻറ്റിൽ ഒരു സ്പ്രിംഗ് കൊടുത്തിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്തതായിട്ട് നമ്മൾ എന്താണ് കാലിപ്പറിൻ്റെ ലെങ്ത് എന്ന് പറയുകയാണ്. ഈ കാണുന്ന ഈ ഒരു ജോയിൻറ്റിലെ പോയിന്റിന് നമ്മൾ എന്തെന്ന് പറയും? പിവറ്റ് പോയിന്റ് എന്ന് പറയും. പിവറ്റ് പോയിന്റ്. ഈ പിവറ്റ് പോയിന്റ് മുതൽ
ലെഗിൻ്റെ ടിപ്പ് വരെ, അതായത് കാലിപ്പറിൻ്റെ ലെഗിൻ്റെ ടിപ്പ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കാലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ലെങ്ത് ഓഫ് ദി കാലിപ്പർ. ഇവിടെ സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പേഴ്സിന് ഒരു അഡ്ജസ്റ്റിംഗ് നട്ടുണ്ട്. എന്തിനാണ് അത് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ആ അഡ്ജസ്റ്റിംഗ് നട്ട് തിരിക്കുമ്പോൾ ഈ കാലിപ്പേഴ്സിൻ്റെ ലെഗില്ലേ അതിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ക്യുക്കായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയും ചെയ്തു. എന്താണ് ക്യുക്ക് അഡ്ജസ്റ്റ്? ഏതിനാണ്? അത് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പറിനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ അഡ്ജസ്റ്റിംഗ് നട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഔട്ട്സൈഡ് കാലിപ്പറാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് വരാൻ കാരണം? ഇവിടെ ഒരു വർക്ക് പീസ് കൊടുത്തിട്ടുണ്ട്. ആ വർക്ക് പീസിൻ്റെ ഔട്ടർ ഡയമെൻഷനിലാണ് ആ കാലിപ്പറിൻ്റെ ലെഗുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ചോ? അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്തെന്ന് വന്നത്? ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് വന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഒരു ഇൻസൈഡ് കാലിപ്പറാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് ഇൻസൈഡ് എന്ന് വരാൻ കാരണം? ഇൻസൈഡ് കാലിപ്പർ എന്ന് വരാൻ കാരണം ഒരു സ്ലോട്ടാണ് ഇവിടെ വർക്ക് പീസിൽ കൊടുത്തിട്ടുള്ളത്. ആ വർക്ക് പീസിൻ്റെ സ്ലോട്ടിന് ഉൾഭാഗത്തുള്ള വീതി അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണെന്നാണ് അതിൻ്റെ ലെഗുകൾ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് അതിൻ്റെ ലെഗുകൾ കൊണ്ട് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ഇൻസൈഡ് വരുന്നത് കൊണ്ടും അതിൻ്റെ കാലിപ്പറിൻ്റെ പേരെന്തായത്? ഇൻസൈഡ് കാലിപ്പറായിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ. അവസാനമായിട്ട് ഒരു ജെന്നി കാലിപ്പറിൻ്റെ 3 ഉപയോഗങ്ങളിലൂടെ പറയുകയാണ് അതിൻ്റെ ഇമേജ് സഹിതം. നമ്മൾ 3 ഉപയോഗങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, പാരലൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ? ഇൻസൈഡ് എഡ്ജസ് ചേർത്തും നമുക്ക് വരയ്ക്കാൻ പറ്റും, ഔട്ട്സൈഡ് എഡ്ജ് ചേർത്തും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ 2 ഉപയോഗങ്ങളായി അല്ലേ? അതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുമല്ലോ. ഇൻസൈഡ് എഡ്ജ് ചേർത്ത് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാം, ഔട്ട്സൈഡ് എഡ്ജ് ചേർത്ത് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. മൂന്നാമതായി വരുന്നത് ഒരു റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ജെന്നി കാലിപ്പർ ഉപയോഗിക്കാം. ഇതോടെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.